മാനേജു ഭാരതം. അങ്ങനെ നമ്മുടെ എസ് ജാനകി അമ്മ മരണപ്പെട്ടു. 88 വയസ്സായിരുന്നു. അപ്പോൾ ഇന്നലെ, അതായത് 11-ാം തീയതി 7-ാം മാസം 2026-ലാണ് മരണപ്പെട്ടത്. നിറഞ്ഞ ചിരിയുമായി ഗാനലോകത്ത് വിരാജിച്ച എസ് ജാനകി എന്ന ജാനകിയമ്മ മൗനമായിരിക്കുന്നു. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങി 20ഓളം ഭാഷകളിലായി 40,000-ലേറെ ഗാനങ്ങൾ പാടി ചലച്ചിത്ര സംഗീത ലോകത്ത് 6 പതിറ്റാണ്ടോളം നിറഞ്ഞു നിന്ന സ്വരമാധുര്യത്തിനാണ് അന്ത്യമാകുന്നത്. വ്യത്യസ്തതയാർന്ന ശബ്ദം തന്നെയായിരുന്നു ജാനകിയമ്മയുടെ സവിശേഷത. സംഗീതം ശാസ്ത്രീയമായി അത്രയൊന്നും അഭ്യസിച്ചിട്ടില്ലാത്ത ജാനകി ഏതു പിച്ചിലും ശ്രുതിശുദ്ധമായി പാടി. ആയിരത്തി 1938 ആന്ധ്രാപ്രദേശിൽ ജനിച്ച എസ് ജാനകി 1957 19-ാം വയസ്സിൽ വിധിയിൻ വിളയാട്ട് എന്ന തമിഴ് സിനിമയിലൂടെയാണ് അരങ്ങേറിയത്. ആ വർഷം മുതൽ മലയാള സിനിമയിലും സജീവമായി. മിന്നുന്നതെല്ലാം പൊന്നല്ല ആയിരുന്നു ആദ്യ ചിത്രം. MS ബാബുരാജ്, ദക്ഷിണാമൂർത്തി, ശ്യാം, MB ശ്രീനിവാസൻ തുടങ്ങിയ സംഗീത സംവിധായകരുടെ കീഴിൽ 100 കണക്കിന് ഗാനങ്ങൾ ആലപിച്ചു. 2017 മൈസൂരുവിൽ സംഗീത കച്ചേരി നടത്തിയാണ് സംഗീത രംഗത്തു നിന്നും വിരമിച്ചത്. അവസാനം ആലപിച്ച സിനിമാ ഗാനം 2016 മലയാളത്തിലായിരുന്നു. 4 തവണ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടി. വിവിധ സംസ്ഥാനങ്ങളുടെ പുരസ്കാരങ്ങൾ 30-ലേറെ തവണ ഏറ്റുവാങ്ങി. 2013 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചെങ്കിലും തെന്നിന്ത്യൻ കലാകാരന്മാരോടുള്ള അവഗണന ചൂണ്ടിക്കാട്ടി നിരസിച്ചു.